ഇത്രയായി വയറ് ഇത് തിന്നപ്പോഴത്തേക്ക് സിംഹച്ചേട്ടനോട് ചോദിച്ചു, സിംഹച്ചേട്ടാ ഞാൻ അങ്ങയുടെ കൂട്ടത്തിൽ ഇവിടെ താമസിച്ചോട്ടെ, അങ്ങയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളൂ. അങ്ങനെ അത്രയും വയറായി. അപ്പോൾ ഞാൻ അങ്ങയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അങ്ങയുടെ ഒരു വൃത്തിയായിട്ട് ഈ ഗുഹയിൽ ഞാനും കൂടെ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ സിംഹം പറഞ്ഞു, വലിയ ഗുഹയല്ലേ സിംഹത്തിൻ്റെ. എന്നിട്ട് സിംഹം ഉണ്ടല്ലോ, എന്നാ പരിപാടി? കഥ പറയാണോ? ചാരുവാ? അച്ഛനാ? കഥ കേട്ടോ? ആ കേട്ടോ. എന്നിട്ടെന്നെ ഈ സിംഹം പറഞ്ഞു, കുറുക്കനോട് നീ ഒരു മൂലയ്ക്ക് അങ്ങ് കിടന്നു, കുഴപ്പമൊന്നുമില്ല. നാളെ ഞാൻ വേട്ടയാടാൻ പോകുമ്പോൾ ഞാൻ തിന്നതിൻ്റെ ബാക്കി നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സിംഹം പിറ്റേ ദിവസവും വേട്ടയാടാൻ പോയി. പിറ്റേ ദിവസം സിംഹത്തിന് കിട്ടിയത് ഒരു മാനിൻ്റെ ഇറച്ചിക്ക് ഭയങ്കര രുചിയാണ്. കുറുക്കൻ ഈ മാനിനെ ഒന്നും പിടിച്ച് തിന്നാൻ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് സിംഹം തിന്നതിൻ്റെ ബാക്കി വന്നത് ഈ കുറുക്കൻ തിന്നു. അപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര രുചിയുള്ള മാനിറച്ചി. എൻ്റെ പൊന്നേ, കുറുക്കൻ ഇതുവരെ തിന്നിട്ടില്ല അത്രയും മാനിറച്ചി. നല്ല രുചിയായിരുന്നു മാനിറച്ചിക്ക്. എന്നിട്ട് സിംഹം ആ മാനിറച്ചിയൊക്കെ തിന്ന് പോയി കിടന്ന് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കം തെളിഞ്ഞപ്പോഴത്തേക്ക് സിംഹച്ചേട്ടൻ വയറ് നിറഞ്ഞിട്ട് അപ്പുറത്ത് മാറിക്കിടന്ന് ഉറങ്ങുക. കുറുക്കന് നേരത്തെ അങ്ങ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറുക്കന് തോന്നി, ഞാനല്ലേ എല്ലാ ദിവസവും ഈ മൃഗങ്ങളെ കാണിച്ചു കൊടുക്കുന്നേ, ഞാൻ കാണിച്ചു കൊടുക്കുന്നതുകൊണ്ടല്ലേ സിംഹരാജാവ് ഈ മൃഗങ്ങളെല്ലാം പിടിക്കുന്നേ. അന്നേരം എനിക്കല്ലേ കൂടുതൽ തരണ്ട, സിംഹം കുറച്ചല്ലേ തിന്നാൻ പാടുള്ളൂ. ഇതിപ്പോൾ